ഉസ്താദ്, എനിക്ക് കൈവിഷമുണ്ട്. കൈവിഷം കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഉസ്താദ് ഇതൊന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. കൈവിഷം എന്താണെന്നും കൈവിഷം എങ്ങനെയാണ് നമ്മിലേക്ക് എത്തുക എന്നുള്ളതും, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം കാണിച്ചു കൊണ്ടിരിക്കുക, അതിനെന്തെല്ലാം പരിഹാരങ്ങളാണുള്ളത് എന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇത് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റാനും അതിൻ്റെ യഥാർത്ഥ വശം എന്താണെന്ന് മനസ്സിലാക്കാനും കൃത്യമായി അതിനെ എങ്ങനെയാണ് പരിഹാരം കണ്ടെത്തേണ്ടത് എന്ന് മനസ്സിലാക്കാനും ഈ വീഡിയോയിലൂടെ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിഹറുമായി ബന്ധപ്പെട്ട്, വീടുമായി ബന്ധപ്പെട്ട്, പറമ്പുമായി ബന്ധപ്പെട്ട്, രോഗങ്ങളുമായി ബന്ധപ്പെട്ട്, കച്ചവടങ്ങളും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പ്രവാസ ലോകത്ത് നിന്ന്, ഖത്തറിൽ നിന്ന്, സൗദിയിൽ നിന്ന്, അങ്ങനെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ ഭാഷകളിലൊക്കെ സംസാരിക്കുന്നവര് നമ്മെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ നാം കൃത്യമായി അവർക്കൊരു അപ്പോയിന്റ്മെന്റ് ഡേറ്റ് കൊടുത്ത് കൃത്യസമയത്ത് തന്നെ അവരോട് കോണ്ടാക്ട് ചെയ്യാൻ പറയുകയും അവരങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന സമയം കൃത്യമാണെങ്കിൽ, നമുക്ക് ഒഴിവുള്ള സമയമാണെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നതെന്ന് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയങ്ങളിലൊക്കെ വലിയ സലാമത്ത് നൽകട്ടെ. കൈവശം പൊതുവിൽ 2 രൂപങ്ങളിൽ, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ കാരണങ്ങളെ കൊണ്ട് നമുക്ക് കൈവശം, വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ നമുക്ക് കൈവശങ്ങൾ സംഭവിക്കാം. ആ കൈവശം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വശീകരിക്കാൻ വേണ്ടി കൈവശം ചെയ്യും. എങ്ങനെ വശീകരിക്കാൻ? എൻ്റെ ആഗ്രഹങ്ങളോടും എൻ്റെ ഇച്ഛകളോടും അവൻ യോജിക്കണം, അല്ലെങ്കിൽ അവൾ യോജിക്കണം. ഞാൻ പറയുന്നത് പോലെ അവൾ ജീവിക്കണം, ഞാൻ പറയുന്നത് പോലെ അവൻ ജീവിക്കണം. ഈ അടുത്തായിട്ട് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഇച്ഛകൾക്കും ഞാൻ പറയുന്നതനുസരിച്ചും എൻ്റെ ഇഷ്ടത്തിനും പ്രവർത്തിക്കുന്നവരായിരിക്കണം ഇന്നാലിന്ന ആൾ എന്ന ഉദ്ദേശത്തിൽ ചെയ്യുന്ന കൈവശമുണ്ട്. അതേപോലെ തന്നെ അല്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ മക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ സ്ഥാപനങ്ങളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് വേണ്ടി ചെയ്യുന്നത്. അവ 2 രൂപത്തിലുള്ള കൈവശമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവ ഒന്നുകിലോ അവരവരുടെ ആഗ്രഹങ്ങൾക്കും ഇച്ഛകൾക്കും, നമുക്ക് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മോട് അല്ലെങ്കിൽ അവരോട് അകന്നു പോകുന്നോ എന്ന് തോന്നിപ്പോകും. അങ്ങനെ അകന്നു പോകുന്നോ എന്ന് തോന്നിപ്പോകുന്ന സമയത്ത് ആ അകന്നു പോകുന്നത് ഇല്ലാതാക്കാൻ വേണ്ടി, വശീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ ഇതുവരെ ഒരു അറ്റാച്ച്മെന്റ് കിട്ടിയിട്ടില്ല, അവരൊന്ന് വശീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന കൈവശമുണ്ട്. എങ്ങനെയുള്ള കൈവശമാണെങ്കിലും അതിൻ്റെ ഒരു രൂപം, അതിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് വെള്ളത്തിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിലോ ഒക്കെ പ്രത്യേകം ജപിച്ചും മറ്റുമൊക്കെ, എവിടെയെങ്കിലുമൊക്കെ പോയി ജപിച്ചും മറ്റുമൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്ന്. ജപിച്ചും മറ്റുമൊക്കെ ഭക്ഷണത്തിലോ പാനീയത്തിലോ ഒക്കെ നൽകി നമ്മെ കുടിപ്പിക്കുകയോ ഭക്ഷിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കൂല എന്നുള്ളതാണ്. ഏത് പാനീയത്തിലാണ്, ഏത് ഭക്ഷണത്തിലൂടെയാണ്, അത് പൂർണ്ണമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂല. പക്ഷേ ആ ഒരു സംഗതി നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഉള്ളിൽ ചെല്ലുന്ന രീതി, ഒരു പക്ഷേ അത് ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ മാനസികമായും ശാരീരികമായൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് നേരിടും. അത് കാരണമായിട്ട്, കാരണം അത്രയും ശക്തമായ രൂപത്തിലായിരിക്കും ആ കൈവശത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അത് ചിലപ്പോൾ ഡ്രിങ്ക്സ്, അതേപോലെ തന്നെ ലിക്വർ, ഈ മദ്യത്തിലൊക്കെ ചിലപ്പോൾ നൽകുകയും, ചിലപ്പോൾ ഈ പൊടിയായിട്ടായിരിക്കും നൽകുക. പൊടിയായിട്ട്, അതറിയാത്ത രൂപത്തിൽ ഏതെങ്കിലും പൊടിയായിട്ട് നൽകും. അത് ചിലപ്പോൾ നെയ്യിൻ്റെ രൂപത്തിൽ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ്, ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ, എങ്ങനെയെന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ആ രൂപത്തിലായിരിക്കും നമ്മുടെ കരിയർ, നമ്മൾ ചെയ്യുന്ന ജോലി, ആ ജോലിയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ആ ബന്ധങ്ങളിൽ തകർച്ചയുണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ വശീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അവരെ അകന്ന് അവരിൽ ഒരാൾ ഇങ്ങോട്ട് വശീകരിക്കാൻ വേണ്ടിയിട്ട്, ബിസിനസ്സൊക്കെ ഉയർച്ചയിലെത്തുന്ന സമയത്ത് പെട്ടെന്ന് അത് ഒരു കാരണമില്ലാണ്ട് നശിക്കുക. അതേപോലെ തന്നെ നല്ല സന്തുഷ്ട കുടുംബജീവിതം, നല്ല റാഹത്തോടുകൂടെ മുന്നോട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സിഹറിന്റെ ഒരു പതിപ്പ് തന്നെയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇത് ചെയ്യലും വലിയ പാപമാണ്. ഇത് സിഹറിന്റെ ഒരു പതിപ്പ് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം, ഈ കൈവശം എന്ന് പറയുന്നത്.
ഇതിന്റെ ഈ രൂപത്തിൽ, ഇതിന്റെ ഈ ഒരു പ്രവർത്തനത്തിന്റെ രൂപത്തിൽ വരുന്ന ആ ഒരു മാറ്റത്തിലാണ് ഇതിന്റെ പേരിന് വന്ന മാറ്റം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് വളരെ ഉയർച്ചയിലെത്തുമ്പോൾ, നമ്മുടെ കച്ചവട സ്ഥാപനം ഉയർച്ചയിലെത്തുമ്പോൾ, നമ്മുടെ മക്കൾ നല്ല ഉയർച്ചയിലെത്തുമ്പോൾ, നമ്മുടെ മക്കളൊക്കെ വലുതായി ഒരു 22, 23, 24 വയസ്സാകുന്ന സമയത്ത് അതുവരെ നമ്മോട് സ്നേഹമുണ്ടായിരുന്ന മകന് മകൾക്ക് പെട്ടെന്ന് നമ്മിൽ നിന്നൊരു അകൽച്ച ഫീൽ ചെയ്യുന്നു, ഒരകൽച്ച നമുക്ക് തോന്നുന്നു. അങ്ങനെ അകൽച്ച തോന്നുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഏതെങ്കിലും ഒരാളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച കൈവശം കാരണം കൊണ്ടായേക്കാം. അങ്ങനെ ആണ് എന്ന് ഉറപ്പിച്ചു പറയുന്നില്ല, അത് കൃത്യമായി നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ അത് ഇത്തരം കൈവശം കൊണ്ടായേക്കാം. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു സിഹിറിന്റെ ഒരു പതിപ്പ് തന്നെയാണ്. അല്ലെങ്കിൽ നല്ല സന്തോഷത്തോടുകൂടെ കുടുംബജീവിതം നന്നായി നയിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുടുംബജീവിതമായിരിക്കാം. പെട്ടെന്ന് അവർക്ക് അതിൻ്റെ ഇടയിൽ ഒരു തകർച്ച, ഒരു ക്ലാഷ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഇതിൽ ആർക്കോ അസൂയ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതുമായേക്കാം. അപ്പൊ കൈവശം ഇങ്ങനെയുള്ള രൂപങ്ങളിലൊക്കെ ചെയ്യും. ഇത് ഭക്ഷണത്തിലൂടെ അല്ലാതെയും സംഭവിക്കും. ചില സമയങ്ങളിൽ ഇത് ഭക്ഷണത്തിലൂടെ അല്ലാതെ, ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഭക്ഷണത്തിലൂടെ നമ്മൾ വശീകരിക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ നശിപ്പിക്കണം എന്നൊക്കെ കരുതി ഭക്ഷണത്തിലൂടെയും പാനീയത്തിലൂടെയൊക്കെ നൽകുന്നതിനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഇനി അങ്ങനെയല്ല, ഇത് അത് ചില പ്രത്യേക ആളുകൾക്ക് ചില പിശാചിന്റെയും ശൈത്വാനിനെയൊക്കെ കൂട്ടുപിടിച്ച് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാണ്. അപ്പൊ ഇത് നേരത്തെ ഞാൻ കൈവശം എന്ന് പറഞ്ഞത് പാനീയത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയൊക്കെ നൽകുക എന്ന രൂപത്തിലാണ്. ഇനി ആഹാരത്തിലൂടെ, ഭക്ഷണത്തിലൂടെ അല്ലാതെ പൈശാചികമായി പിശാചിനെയും ശൈത്വാനിനെയൊക്കെ നല്ലോണം സ്വാധീനം ചെലുത്തി നന്നായി മന്ത്രിച്ച് അവരുടെ ശരീരത്തിലേക്ക് ഒരു പ്രത്യേക സംഭവം അങ്ങ് വരുത്തി വെക്കുന്ന രൂപത്തിലും ഇങ്ങനെ കൈവശം സംഭവിക്കാറുണ്ട്. അപ്പൊ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടില്ലേ, ഞാൻ പുറത്ത് തീരെ ഇറങ്ങാറില്ല, ഞാൻ ഒരാൾക്കും ഒരു ദോഷവും ചെയ്യാറില്ല, ഞാൻ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാറില്ല, ഞാൻ മറ്റൊരാൾ തന്ന ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ എനിക്ക് കൈവശം സംഭവിച്ചു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വല്ലാതെ അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അത് ചിലപ്പോൾ ഈ രൂപത്തിൽ ശൈത്വാനിനെയൊക്കെ സ്വാധീനപ്പെടുത്തി നന്നായി ദുർമന്ത്രവാദങ്ങളും അതേപോലെ തന്നെ കൂടോത്രങ്ങളൊക്കെ നടത്തി വല്ലാതെ അതിനെ സ്വാധീനപ്പെടുത്തിയിട്ട് അത് പ്രത്യേകം അവരുടെ ശരീരത്തിലേക്ക്, അങ്ങനെയാണ് ചില പ്രവാസികളൊക്കെ പ്രയാസപ്പെടുന്നത്. ആ പ്രവാസികൾക്കൊക്കെ അവര് ബിസിനസ്സിലൊക്കെ നന്നായി ഉയർന്നു, അവര് സ്റ്റാർട്ടിങ്ങിലേക്ക് പോയി 1 വർഷമൊക്കെ കഴിഞ്ഞ് 1.5 വർഷമൊക്കെ കഴിഞ്ഞ് 2 വർഷമൊക്കെ ആകുമ്പോഴേക്ക് ബിസിനസ് നന്നായി ഉയർന്നു, അവർ 1-2 ദിവസത്തിന് നാട്ടിലേക്ക് വരും, പിന്നീട് തിരിച്ചങ്ങോട്ടേക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ഇതിലൊക്കെ ഒരു തകർച്ച വരും. അപ്പൊ അവര് കൈവശം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ എനിക്ക് കൈവശം സംഭവിച്ചു എന്നൊക്കെ അവർ വിചാരിക്കും. അത് ഇതിനൊക്കെ ചെയ്യുന്ന ചില ദുർമന്ത്രവാദികളെ, ചില ശൈത്വാനിനെ, ചില പിശാചിനെ, ചില മൂർത്തികളെ, ചില ആളുകളൊക്കെ സ്വാധീനം ചെലുത്തിയിട്ട് ഒരു പ്രത്യേക രൂപത്തിൽ ഭക്ഷണത്തിലൂടെയും പാനീയത്തിലൂടെയും അല്ലാതെയൊക്കെ നൽകുന്ന ചില കൈവശങ്ങളുണ്ട്. അത്തരം കൈവശങ്ങൾ അതാണ് ആർക്കും ദോഷമില്ലാത്ത രൂപത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ കൈവശം സംഭവിക്കാം. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ മൂലം, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കൈവശം ഉണ്ടായേക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാല്, ചിലപ്പോൾ നമ്മൾ നഖം ഇങ്ങനെ നീട്ടി വളർത്തും. അങ്ങനെ നഖം നീട്ടി വളർത്തുന്ന സമയത്ത് ആ നഖത്തിന്റെ അടിയിൽ അഴുക്കുകൾ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ നഖത്തിന്റെ അടിയിലുള്ള ചെളി, ആ അഴുക്കുകൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക്, വയറിലേക്ക് എത്തും. അങ്ങനെ എത്തുമ്പോൾ ആ ഭക്ഷണം അതിന്റെ അഴുക്കില്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ നഖങ്ങൾ നീട്ടി വളർത്തരുത്, അതിനിടയിൽ പിശാച് വസിക്കുന്നുണ്ട്, ശൈത്വാൻ വസിക്കുന്നുണ്ട്. ആ പിശാച് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ അകത്തേക്ക് പ്രവേശിക്കും. അങ്ങനെ നമ്മുടെ വയറിനുള്ളിൽ പിശാചിന്റെ വാസസ്ഥലമായി മാറും. അങ്ങനെ പിശാചിന്റെ ഒരു പ്രയാസങ്ങൾ നമ്മുടെ വയറിലുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നഖങ്ങൾ നീട്ടി വളർത്തരുതെന്ന് ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മുടെ നഖത്തിന്റെ ഉള്ളിലൂടെ ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണമായിട്ട് തന്നെ അശ്രദ്ധ മൂലം ഉള്ളിലേക്ക് ചിലപ്പോ ഇതേ രൂപത്തിൽ കൈവശം മറ്റൊക്കെ സംഭവിക്കാം. ചില ആളുകളുടെ അടുക്കലൊക്കെ ചെല്ലുമ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരും, പല ആളുകളും പല രൂപത്തിലും കൈവശം എടുത്തു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നേരെ ചെന്ന് അവര് നേരെ നമ്മുടെ വയറിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കൈവശം ഇങ്ങനെ എടുത്തിട്ട് ഇതാ നിങ്ങളുടെ കൈവശം എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന ചില മാജിക്കുകളൊക്കെ കാണാറുണ്ട്. അങ്ങനെ എടുക്കാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല.
അങ്ങനെ എടുത്ത് കളയാവുന്നതുമല്ല ഈ കൈവശം. അതെങ്ങനെയാ കൈവശം എന്നുള്ളത് അവരുടെ ശരീരത്തിലേക്ക് അങ്ങ് എത്തി അതങ്ങനെ അത്രയും മാത്രം അങ്ങനെ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി നിൽക്കുക. ചില ഫോട്ടോസിലൊക്കെ കാണിക്കുക. പല ആളുകളും നമ്മളുടെ അടുക്കൽ വരുമ്പോൾ അവർ നമുക്ക് ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട്. എൻ്റെ കൈവശം എടുത്ത് കളഞ്ഞതാണല്ലോ ഉസ്താദെ, ഇതാണ് അവർ കൈവശം എടുത്തതിൻ്റെ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരാറുണ്ട്. അതൊക്കെ ചില തട്ടിപ്പുകളാണെന്ന് മനസ്സിലാക്കണം. ഇനി ചില ആളുകൾ അങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ടോ എന്ന് അറിയൂല. എന്തായാലും ചില ആളുകൾ അങ്ങനെ തട്ടിപ്പ് നടത്താറുണ്ട്. ചില വ്യാജന്മാരങ്ങനെയുണ്ട്. ഈ അടുത്ത കാലത്ത് അങ്ങനെ ആരോ രംഗത്ത് വന്നത് നമുക്കൊക്കെ അറിയാം. അപ്പോ അത്തരം വ്യാജങ്ങളിലൊന്നും ചെന്ന് പെടരുത് എന്ന് സാന്ദർഭികമായി ഇത്തരം വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടെ തന്നെ കൈവശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അത് ശരിക്കും ഒഴിവാക്കിയാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ നമുക്ക് തീർക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മക്കള് ചിലപ്പോ യുവാവിനെ നമ്മുടെ മകള് ഏതെങ്കിലും ഒരു അഫയർ ഉണ്ടാകും, ഒരു ആൺ സുഹൃത്ത്, ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാകും. അത് പിന്നെ ഫ്രണ്ട്ഷിപ്പൊക്കെ മാറിയിട്ട് അവർ പ്രണയബന്ധത്തിലേക്കാകും. അങ്ങനെ പ്രണയബന്ധത്തിലേക്കാക്കിയിട്ട് നമ്മൾ അവരോട് ശരിക്കും പറയും, നമുക്ക് യോജിച്ച ഒരു പയ്യനല്ലാതെ, നമുക്ക് യോജിച്ച നമ്മുടെ കുടുംബത്തിലേക്ക് യോജിച്ച ഒരു കുട്ടിയല്ലാതെ, അതുകൊണ്ട് ഒഴിവാക്കണം. അവന് ഈ ഡ്രഗ്സിന്റെ, അവന് കഞ്ചാവിന്റെ, അവന് ലഹരിക്കടിമയാണ്, അതുകൊണ്ട് അവനെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവനല്ലെങ്കിൽ ഇതര മതസമുദായത്തിൽ അവർ ഹൈന്ദവർ അമുസ്ലിമീങ്ങളാണ്, അവരെ വിവാഹം ചെയ്യണ്ട, അവരെ നമുക്ക് യോജിപ്പില്ല എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ മകള് ചിലപ്പോൾ ഒരുപക്ഷെ അതിൽ നിന്ന് പിന്മാറാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ, ഞാൻ ഉറപ്പിച്ച് പറയല്ല, ഒരു പക്ഷേ അത് വശീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൈവശം അവരുടെ ഉള്ളിലെത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു എല്ലാം പ്രതികൂലമായിട്ടും ഒരു നിലക്കും അവർ ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല എങ്കിൽ ഇങ്ങനൊരു സംശയവും അതിന്റെ പിന്നിലുണ്ടാകാം. കൈവശം കാരണമായിട്ട് സംഭവിച്ചതായേക്കാം ഒരു പക്ഷേ. നല്ല സന്തോഷത്തോടുകൂടെ നടന്നുപോയിരുന്ന കുടുംബം പെട്ടെന്ന് അത് വേറെ ആരെങ്കിലും വശീകരിക്കാൻ വേണ്ടി ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത്തരം വിഷയങ്ങളൊക്കെ ഇത് കാരണമായിട്ടാകാം. അപ്പൊ കൈവശം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മിലേക്കോ നമ്മുടെ കുടുംബത്തിലേക്കോ മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി ഒഴിവാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് സിഹറിന്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ്. അതും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരാൾ നശിക്കാനോ ഒരാളുടെ ജീവിതം അത് തകർക്കാനോ നാം അതിലിടപെടുകയേ ചെയ്യരുത്. അവരന്റെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷമാണ് ഉണ്ടാകേണ്ടത്, അവരന്റെ ദുഃഖത്തിൽ നമുക്ക് ദുഃഖമാണ് ഉണ്ടാകേണ്ടത്. എപ്പോഴും മറ്റുള്ളവരോട് പുഞ്ചിരിച്ച് മറ്റുള്ളവരോട് വെറുപ്പുമില്ലാത്ത മനസ്സാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഒരാളോടും ഒരു വെറുപ്പുമില്ല എങ്കിൽ നാം നല്ല ക്വാളിറ്റിയുള്ള ഹൃദയത്തിന്റെ ഉടമയാണ്. നേരെ മറിച്ച് ആരോടൊക്കെയോ നമ്മുടെ ഹൃദയങ്ങളിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും വാശിയൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയം വളരെ മലീമസമാണ്, അത് ശുദ്ധിയില്ലാത്ത ഹൃദയമാണ്. ശുദ്ധീകരിക്കാനുള്ള അതിൻ്റെ പണികളൊക്കെ എടുത്തു തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ കൈവശം ഒരാൾക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ചില അടയാളങ്ങളൊക്കെയുണ്ട്. അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാറാത്ത വയറുവേദന, അത് കൈവശത്തിന്റെ കാരണമായിട്ടാകാം. ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ അതിന് ഒരുപാട് ഇതിന്റെ വയറുവേദനയ്ക്കുള്ള ഒരുപാട് ഡയഗ്നോസ് ചെയ്യാനുള്ള ചില ചെക്കിങ്ങുകൾക്കൊക്കെ എഴുതി തന്നു. എന്നിട്ടൊന്നും നമ്മുടെ ഈ സ്റ്റൊമക്ക് ഏക്ക് മാറുന്നില്ല. എന്നാൽ ഒരു പക്ഷേ അത് ഈ ഒരു നിലക്കും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൈവശം കൊണ്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ കുടലിറക്കം, നിരന്തരം ഗ്യാസ് ട്രബിൾ വരിക, നിരന്തരം എത്ര ഡോക്ടറെ കാണിച്ചിട്ടും ഗ്യാസ് ട്രബിളിനുള്ള മെഡിസിൻസ് എടുത്തിട്ടും അതിനുള്ള ടാബ്ലറ്റ് എടുത്തിട്ടും അത് നിരന്തരം കുടിച്ചിട്ടും നമ്മുടെ ഗ്യാസ് ട്രബിളിന് ഒരു മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ കൈവശം കാരണമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൊണ്ടുവന്നതായിരിക്കാം. അപ്പൊ അത് ബാത്തിലാക്കണം. എത്ര വൈദ്യരെ കാണിച്ചിട്ടും മാറുന്നില്ല. ഈ വിഷയത്തിൽ അഗ്രഗണ്യരായ എക്സ്പേർട്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് ഇത് മാറുന്നില്ല. എന്നാൽ അതൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കൈവശമാണെങ്കിൽ ആ രൂപത്തിൽ അത് മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തണം. നെഞ്ചരിച്ചിലുണ്ട്, നല്ല നെഞ്ചരിച്ചില്, എത്ര നോക്കിയാലും എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന നെഞ്ചരിച്ചിൽ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൈവശം ഉണ്ട് എന്നുള്ളതല്ല. ഇത്തരം അടയാളങ്ങളും ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ എങ്ങനെ ചികിത്സിച്ചിട്ടും അത് മാറുന്നില്ലെങ്കിൽ ആ ഒരു പോയിന്റ് എപ്പോഴും മനസ്സിലാക്കണം. ഇത്തരം ലക്ഷണങ്ങൾ അവരിലുണ്ട്, എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല, എത്ര ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും മാറുന്നില്ല, എന്നാൽ ഈ ലക്ഷണങ്ങൾ ഒരു പക്ഷേ അത് കൈവശം കൊണ്ടായേക്കാം. അപ്പൊ അത്തരം കൈവശങ്ങൾ അത് ബാത്തിലാക്കാനും
ആ കൈവശം നശിച്ചു പോകാനുമുള്ള പ്രവർത്തനങ്ങളിൽ നാം തയ്യാറാകണം. നശിച്ചു പോകാൻ നല്ല ഒരുപാട് അമലുകളുണ്ട്. ഒരുപാട് അമലുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അമലുകളുണ്ട്. ആ അമലുകളിലേക്ക് പ്രവർത്തിക്കാനും ചെയ്യാനൊന്നും പണികളൊന്നുമില്ല. ജസ്റ്റ് ഒരു 10-20 മിനിറ്റിന്റെ സമയമേ ഉള്ളൂ അത് ചെയ്തു തീർക്കാൻ. നല്ല ഫലമുള്ള ഒരുപാട് അമലുകൾ അതിനുണ്ട്. അതേപോലെ തന്നെ മാറാത്ത ഈ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാവുക, ഈ പുളിച്ച് തേട്ടി വരിക, അതേപോലെ തന്നെ മാറാത്ത തലവേദന, ഉറക്കമില്ലായ്മ, ഈ കൈവശത്തിന്റെ ആ ശക്തിയൊക്കെ ഉള്ളിലേക്ക് എത്തിയിട്ട് ഉറക്കമില്ലാത്തൊരു സിറ്റുവേഷനിൽ എത്തുക. അതേപോലെ തന്നെ ഒരു വിഷയത്തിലും ഉത്സാഹമില്ലാതിരിക്കാം, തീരെ താല്പര്യമില്ലാതിരിക്കാം, അത് കൈവശം ഉള്ളതിന്റെ അടയാളമാണ്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത് തന്നെ. അവരൊരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒന്നുകിലോ ഒരാളെ നശിപ്പിക്കാന്, അവരുടെ മക്കളെ നശിപ്പിക്കാന്, അവരുടെ ഉയർച്ചയിൽ അസൂയ ഉണ്ടാകുക, അവരുടെ ബിസിനസ്സിൽ, അവർ ചെയ്യുന്ന ജോലിയിൽ, അവരുടെ കരിയർ കണ്ടിട്ട്, അവരുടെ പ്രൊഫഷണൽ ലൈഫ് കണ്ടിട്ട്, അവർ ബിസിനസ്സിൽ ചെയ്യുന്ന അവരുടെ ആ ഉയർച്ച കണ്ടിട്ട്, ഇതൊക്കെ കണ്ടിട്ട് അയാളെ തകർക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ വശീകരിക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ശരീരം കാണിച്ചുകൊണ്ടേയിരിക്കും. ഏകനായിരിക്കാൻ വേണ്ടി തോന്നുക, എപ്പോഴും തനിച്ചിരിക്കാൻ വേണ്ടി തോന്നുക. ഇങ്ങനെയുള്ള അടയാളങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ട്. എത്ര ചികിത്സിച്ചിട്ടും ഇതൊന്നും മാറുന്നില്ല. എന്നാൽ അത് കൈവശം കാരണമായിട്ട് സംഭവിച്ചതാകാം. അങ്ങനെ കൈവശം കാരണമായിട്ട് സംഭവിച്ച പ്രശ്നങ്ങളാണെങ്കിൽ അത് മന്ത്രിച്ച് തന്നെ പരിഹരിക്കണം. അത് മന്ത്രിച്ചിട്ട് കൈവശം ബാത്തിലാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അത് ബാത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന വിഷയങ്ങളും വിഷമങ്ങളൊന്നും മാറൂല. ഇത്തരം ലക്ഷണങ്ങളൊക്കെ അത് ധാരാളമായിട്ട്, അതൊരു ലോങ് ആയിട്ട്, ഒരു ലോങ് പീരിയഡില് അത് ഒരുപാട് കാലം ഇതിങ്ങനെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലക്ഷണങ്ങളൊന്നും ഒരു നിലക്കും അത് മാറുന്നില്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഉസ്താദേ എൻ്റെ മോൾക്ക് നല്ല വയറുവേദനയാണ്, ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, ഒരു മാറ്റമില്ല. അപ്പൊ നോക്കണം, ഒരു മാറ്റമില്ല എന്നുണ്ടെങ്കിൽ എത്ര ഡോക്ടേഴ്സിനെ കാണിച്ചാലും നല്ല എക്സ്പേർട്സ് ഡോക്ടേഴ്സ് അല്ലേ, അവര് നോക്കിയിട്ടൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ആ ദോഷങ്ങൾ ഉണ്ടോ നോക്കിയിട്ട് അതിനുള്ള പരിഹാരങ്ങളിലേക്ക് എത്തണം. ഇങ്ങനെ കൈവശം സംഭവിച്ചു കഴിഞ്ഞാൽ ആ കൈവശം ബാത്തിലാക്കാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, സിഹറിന്റെ ഒരു പതിപ്പാണ്. ഇത്തരം വിഷയങ്ങളിലേക്കൊന്നും ഒരാളും പ്രവേശിക്കരുത്. നേരത്തെ ഞാൻ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞിരുന്നു. ഒരുപാട് ആളുകൾ ഈ വിനീതിനെ ഫോൺ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും ഒരു ആവർത്തി കൂടെ ഞാൻ എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ ഫോൺ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് തന്നെ അറിയാം, ഫോൺ ചെയ്യുമ്പോൾ ഞാൻ എടുക്കലില്ല. ഞാൻ എടുക്കാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അപ്പോയിന്റ്മെന്റ്, ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നിങ്ങളൊരു അപ്പോയിന്റ്മെന്റ് ഡേറ്റും സമയവും നിങ്ങൾക്ക് നൽകപ്പെടും. നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നതെന്ന് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയങ്ങളിലൊക്കെ വലിയ സലാമത്ത് നൽകട്ടെ. ഈ കൈവശം ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് അത് കൃത്യമായതിൻ്റെ രൂപത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് പൂർണ്ണമായി പറയാത്തത്. 7 ഫാത്തിഹ, 7 ആയത്തുൽ കുർസി, 7 സൂറത്തുൽ ജിന്ന്, 7 ഫലഖ്, 7 നാസ്, ഇങ്ങനെ തുടങ്ങിയ ഒരു രൂപവും. അതേപോലെ തന്നെ നമ്മുടെ അത് പൂർണ്ണമായിട്ട് ഞാൻ ഇതിൽ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് അതിന്റെ കൃത്യമായ രൂപത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കേവലം വെള്ളത്തിൽ മന്ത്രിച്ചു ചെയ്യാനുള്ളതല്ല. അതൊരു പ്രത്യേക രൂപത്തിൽ നാം തയ്യാറാക്കുന്ന, നാം പറഞ്ഞു തരുന്ന ഒരു രൂപത്തിൽ തന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസ്, അതിന്റെ സംഭവങ്ങൾ നിങ്ങൾ വൈദ്യരുടെ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് അതിലാണ് നിങ്ങൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ മന്ത്രിച്ചിട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കൈവശവുമായി ബന്ധപ്പെട്ട് ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കിയുള്ള ആളുകൾ കൃത്യമായി അപ്പോയിന്റ്മെന്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ആ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇത് ആവശ്യം ഉണ്ടാവില്ലല്ലോ, അവർക്ക് അതിന്റെ വിഷയങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൈവശം എന്നുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ശരിക്ക് നമ്മുടെ വയറിന്റെ ഉള്ളിലേക്ക് എത്തിയതുമാകാം, ചില
പൈശാചികമായ സ്വാധീനം ചെലുത്തിയിട്ട് അത് നേരിട്ട് ചെയ്യാതെ അത്തരം ഒരു ബുദ്ധിമുട്ട് നമ്മിലേക്ക് എത്തിപ്പിച്ചതുമാകാം. അപ്പൊ എങ്ങനെയായാലും അതിന്റെ ലക്ഷണങ്ങളെ കൊണ്ട് മനസ്സിലാക്കി അത് ബാത്തിലാക്കാവുന്നതേയുള്ളൂ, അത്തരം പ്രയാസങ്ങളെ തീർക്കാവുന്നതേയുള്ളൂ. ഒരുപാട് പ്രവാസികൾ വലിയ പ്രയാസങ്ങൾ പറഞ്ഞ് നമ്മോട് പ്രത്യേകം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവേ അവർക്കൊക്കെ നീ വലിയ സലാമത്ത് നൽകണം. അല്ലാഹ് വിളിക്കുന്ന എല്ലാവർക്കും, പ്രയാസങ്ങൾ പറഞ്ഞ എല്ലാവർക്കും, ബുദ്ധിമുട്ടുകൾ പറഞ്ഞ എല്ലാവർക്കും നീ വലിയ ശിഫ നൽകണം. അല്ലാഹ് ആജിലായ ശിഫ നൽകണം റഹ്മാനെ, കാമിലായ ശിഫ നൽകണം. അല്ലാഹ് സമ്പൂർണ്ണ സിഹത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ മാരകമായ ഒരു രോഗങ്ങളും തന്ന് നീ പരീക്ഷിക്കല്ല അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.